അപ്പത്തിന്റെ ഭംഗിയൊന്ന് കാണുമായിരുന്നു. ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് കള്ളൊഴിച്ചുണ്ടാക്കുന്ന അപ്പത്തിൽ നിന്ന് വരുന്ന ആ ഒരു വളരെ ആസ്വാദികരമായ ഒരു ഗന്ധം. എന്നെ കേൾക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യം, പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയണതാട്ടോ, ഞാൻ മനസ്സുകൊണ്ട് വളരെയേറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഈസ്റ്ററിനും ക്രിസ്മസിനും ഞാൻ ആ ആഗ്രഹം ഉള്ളില് ഹലോ, അങ്ങനെ എല്ലാവർക്കും കുറേ നാളുകൾക്ക് ശേഷം ഒഫീഷ്യലി നമ്മുടെ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായ ഒരു വർഷം. ലൈഫില് സംഭവിക്കാൻ പാടില്ലാത്ത ഒത്തിരി വ്യക്തികളുടെ വേർപാടുണ്ടായി. ഒത്തിരി പേര് ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി. നമ്മളുടെ ക്രിസ്മസ് സീരീസിന്റെ ആന്റി ക്ലൈമാക്സ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് ക്രിസ്മസ് ഡേ ആണ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അടിപൊളി അടിപൊളി അടിപൊളി. എന്നാ അമ്മ എല്ലാം പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കണേ. പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചതല്ല, അത് ആദ്യം ചുട്ടത് മൊരിഞ്ഞു വരാൻ ഏറ്റവും ഫസ്റ്റ് ടൈം ഇടുന്ന അത്രയും മൊരിയൂല, അതുകൊണ്ട് അത് പ്ലേറ്റിൽ മാറ്റി വെച്ചതാ. ഇനിയിപ്പൊ കറിയും എടുത്തേച്ച് അങ്ങ് വെക്കാം. പക്ഷെ ഒറ്റയടിക്കുന്ന ഒന്നിച്ച് കഴിക്കാൻ പറ്റില്ല. ഞാൻ ചുട്ടോണ്ടിരിക്കും. അത് ഇനിയും കുറെ ചുടാനുണ്ട്. ഒരു 5-6 അപ്പൊ ആദ്യം അപ്പയ്ക്ക് കൊടുക്കാം. അപ്പ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയമായി വെയിറ്റ് ചെയ്യണം. ഉച്ചയ്ക്ക് നമുക്ക് മീൽസ് ഒന്നിച്ചിരുന്ന് കഴിക്കാം. ഞാനിത് ചുട്ട് വെച്ച് തണുപ്പിക്കാതെ കൊടുക്കണത് കൊണ്ടാട്ടോ ഇങ്ങനെ ഡിലേ വന്നത്. എനിക്കത് ഈ തണുത്ത് കൊടുക്കണ ഇഷ്ടമല്ല. ഇവിടെ ചൂടാണ് താല്പര്യം. പക്ഷെ ഇച്ചിരി തണുപ്പ് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. പാലപ്പം ഇവിടെ ഉണ്ടാക്കിയിട്ട് കുറെ നാളായി. ഇനിയിപ്പോ കുറെ ദിവസത്തേക്ക് പാലപ്പവും വെള്ളപ്പവും ഒക്കെ ആയിരിക്കും മാവ് തീരുന്നവരെ. അത് പക്ഷെ വീഡിയോഗ്രാഫറെ പിടിക്കാനുണ്ടാവൂലെന്നേ ഉള്ളൂ. അങ്ങനെ കള്ളൊഴിച്ച് ചുടുന്നതുകൊണ്ട് അങ്ങനെ ഇവിടെ ഇരിക്കട്ടെ, ഇത് പറഞ്ഞേ ചെയ്യാം. അതുകൊണ്ട് കുറെ നാളത്തേക്ക് മാവിരിക്കും. മാവ് തീരുന്നവരെ ഇനി ആ കറിയായിരിക്കും. കറിയൊന്ന് കാണിച്ചേ. കറി കാണിക്കാം. അങ്ങോട്ട് വെച്ച് കറി ഒരുവാ. നല്ല ഡെലീഷ്യസ് യമ്മി മട്ടൻ കുറുമയാണ്. തിരിച്ചാളാക്കി തോന്നണല്ലേ. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് ആരംഭിക്കുകയാണ്. അപ്പ എന്നെ എടുക്കാത്ത ഭംഗിയൊന്ന് കാണുമായിരുന്നു. അമ്മ വന്ന് വിളമ്പി കൊടുക്കണം, അതാണ് അപ്പയ്ക്ക് ഇഷ്ടം. ഒരെണ്ണം മതിയോ? പാലപ്പവും മറ്റേ സ്റ്റൂവും കേരളീയരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ്. സ്റ്റൂവിന് പകരം ഇതിപ്പോ മട്ടൻ കുറുമയാണ്. ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, നമ്മുടെ നാട്ടില് സുലഭമായിട്ടുണ്ടാകുന്ന അരി, അതുകൊണ്ടുണ്ടാക്കുന്ന അപ്പം, കള്ള ഈ പറഞ്ഞ മാതിരി നാട്ടില് കള്ള് ചെത്തുന്നുണ്ട്, തെങ്ങൊക്കെ ചെത്തി കള്ളെടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നും കള്ളെടുത്താണ് ഇതിൽ ഉണ്ടാക്കുന്നത്. തേങ്ങ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ പലരും ഈസ്റ്റ് ഇട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം കള്ളിന്റെ ലഭ്യത ഒരു പ്രശ്നമാണ്. ഇനി ലഭ്യത ഉണ്ടെങ്കിലും ഷാപ്പിലൊക്കെ പോയി അത് മേടിക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ തന്നെയും കള്ളൊഴിച്ചുണ്ടാക്കുന്ന അപ്പത്തിന്റെ ഒരു ഫ്ലെയർ, നമ്മൾ ആ അപ്പം വായിലേക്ക് വെക്കുമ്പോൾ മൂക്കിലേക്ക് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്ലെയർ, കള്ളിന്റെ ആ ഒരു ഫ്ലെയർ, അത് വളരെ അപൂർവമായിട്ടുള്ള ഒരു ഫ്ലെയർ ആണ്. എനിക്കത് വളരെ ആസ്വാദികരമാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് മെനുവും ഈ പാലപ്പവും സ്റ്റൂവും തന്നെയാണ്. അപ്പൊ അത് സ്റ്റൂവിന് പകരം ചിലര് ഫിഷ് മോളി ഉണ്ടാക്കുന്നവരുണ്ട്, വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കുന്നവരുണ്ട്. വെജിറ്റബിൾ സ്റ്റൂവും ഈക്വലി നല്ലതാണ് നന്നായിട്ട് ഉണ്ടാക്കിയാൽ. പിന്നെ ചിക്കൻ സ്റ്റൂ അതും പലരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ് ഇന്നിപ്പോ നമ്മള് കഴിക്കാനായിട്ട് പോകുന്നത്. ഇത് മറ്റേ മട്ടൻ കുറുമയാണ്. മട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ മട്ടൻ ഇവിടെ ഞങ്ങളുടെ മകള് ലുലുവിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്ന മട്ടനാണ്. എങ്ങനെയുണ്ട് കുറുമാന്ന് നോക്കി. നല്ല നല്ല ഇതാണ്. ആവശ്യത്തിന് ചാറുമുണ്ട്. കൊഴുപ്പില്ലെങ്കിൽ അത്
രുചികരമാകില്ല. പിന്നെ മട്ടൺ ചേർന്ന് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫ്ലെയർ ഉണ്ടല്ലോ, അത് അപൂർവമായിട്ടുള്ള ഒരു ഫ്ലെയർ ആണത്. നല്ല മണം വന്നുണ്ട്. നല്ല മണമുണ്ട്. രണ്ട് മണമുണ്ട്. അതായത് ഈ കള്ളൊഴിച്ചുണ്ടാക്കുന്ന അപ്പത്തിൽ നിന്ന് വരുന്ന ആ ഒരു വളരെ ആസ്വാദികരമായ ഒരു ഗന്ധം, അതുപോലെ തന്നെ ഈ മട്ടൻ കുറുമായുടെ ആ ഒരു വളരെ മോഹിപ്പിക്കുന്ന ഒരു ഗന്ധം. എങ്ങനെയുണ്ട് രുചി? അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്ന് നമ്മൾ കഴിക്കുന്ന ഈ ഒരു മെനുവിന് അനിർവചനീയമായ ഒരു രുചി മേളമാണ്. അപ്പൊ അത് വളരെ ആസ്വാദികരമാണ്. എനിക്ക് എന്നെ കേൾക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യം, ഒരു പ്രാവശ്യമെങ്കിലും കള്ളൊഴിച്ച് ഈ പാലപ്പം ഉണ്ടാക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് അതിന്റെ രുചി ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ്. കാരണം നമുക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും കള്ളൊഴിച്ചുണ്ടാക്കുന്ന പാലപ്പത്തിന്. കള്ളൊഴിച്ച് പാലപ്പം മാത്രമല്ല, കൊട്ടയപ്പം, അതുപോലെ തന്നെ ആ മാവെടുത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ ദിവസം അപ്പം ഉണ്ടാക്കാനും ഉപയോഗിക്കാം. നാളെ മധുരയില്ലാത്ത വട്ടയപ്പം കേട്ടോ. നാളെ മധുരയില്ലാത്ത വട്ടയപ്പവും കറി. അപ്പൊ ഇതെല്ലാം കള്ളൊഴിച്ചുണ്ടാക്കുന്നതിന്റെ ആ ഒരു രുചി ഒരിക്കലെങ്കിലും ആസ്വദിക്കാൻ സൗകര്യം കിട്ടുമ്പോൾ നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് തയ്യാറാവുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഗ്ലാസ് കള്ള് മതി. ഇവിടെയൊക്കെ ഒരു ഗ്ലാസ് കള്ളിന് 40 രൂപയാണ് വില. അപ്പൊ അതൊഴിച്ച് ഉണ്ടാക്കി അതിന്റെ രുചി ഒന്ന് ആസ്വദിക്കുന്നത് വളരെ നല്ലതാണ്. സൗകര്യത്തിന്റെ പേരിൽ പലരും ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഒരിക്കലെങ്കിലും കള്ളൊഴിച്ച് അതിന്റെ രുചി അറിയുന്നത് വാസ്തവത്തിൽ അത് വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മട്ടൻ കുറുമ എന്തായാലും വളരെ നല്ലൊരു ഡിഷാണെന്നുള്ളതിന് സംശയമില്ല. കാരണം മട്ടൺ അല്ലേ അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പൊ അത് വളരെ രുചികരമാണ്. അതിന്റെ ആ മണം തന്നെ വളരെ ആസ്വാദികരമാണ്. പറഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോ വന്ന് പറഞ്ഞു. പുളിമൂട്ടിലെ അമ്മാമ്മയുടെ പാലപ്പം, അതുപോലെ കാടാവത്തെ ചിന്നമേന്റിയുടെ അവരൊക്കെ എന്തുമാത്രം ഇത് ചെയ്തേച്ചാണ് ഈ 4 ചട്ടിയൊക്കെ വെച്ചാ ചുട്ടോണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ അരിയില് കരിവ് വരുത്തണത്. കരിവല്ല, ഉഗ്രനാണല്ലോ. നീ പറയണ കേക്കണ്ട, ബ്രൗണിഷ് വരുത്തണം. നമ്മളിപ്പോ ഒരു 15 അപ്പം ചുടും പോലെ അല്ലല്ലോ ബൾക്കായിട്ട് ചുടണവര്, ഇല്ലേ? അരികെ ഇങ്ങനെ ഇരുന്നില്ലെങ്കിൽ ഒരു സുഖമില്ല. കുറുമ ഉഗ്രനാട്ടോ. ഉഗ്രനാണോ? നേരത്തെ മുട്ടും. പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയണതാട്ടോ, പുതിയതായിട്ട് കുക്കിംഗ് തുടങ്ങണവർക്ക് വേണ്ടി. ഏറ്റവും ആദ്യം കള്ളപ്പം, പാലപ്പം, വെള്ളയപ്പം ഒക്കെ ചുടുമ്പോൾ നമുക്ക് അത്ര ഫൈൻ ഫോമിൽ കിട്ടൂല, കല്ലങ്ങ് ചൂടായി വന്നു. അപ്പൊ ഫുൾ ചൂടാക്കി അങ്ങനെ കല്ല് വെച്ചിരുന്ന ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ പിന്നെ ഒഴിക്കുന്തോറും അത് ഷേപ്പ്ലെസ് ആയി പോകും. വെള്ളയപ്പത്തിന് ആ കുഴപ്പമില്ല. അപ്പൊ ഏറ്റവും ആദ്യം ചുടുമ്പതേ സൈഡൊന്നും മുരിക്കൂല, ഒരെണ്ണെങ്കിൽ ചുട്ടെടുക്കും. ഏറ്റവും സിമ്മിലിട്ട് പിന്നെ പതുക്കെ ഓരോന്ന് കോരി ഒഴിച്ചത് സിമ്മ് ഇങ്ങനെ ആദ്യം മീഡിയത്തിലായിരിക്കും, പിന്നെ ഏറ്റവും ഫ്ലെയിം കുറച്ചിട്ട് ചുട്ടിങ്ങനെ എടുക്കുന്നതാണ് എൻ്റെ മെത്തേഡ്. ഞാൻ പറയണത് ആർക്കും വേണ്ടി കമ്പൽ ചെയ്തോ ആരും അനുകരിക്കാനോ പറയണല്ല. നമ്മുടെ മെത്തേഡ് നമ്മൾ ചെയ്യണത് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെയായിരിക്കും ഫസ്റ്റ് അപ്പം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇട്ടിട്ടിട്ട് ഓരോന്നും ചുട്ടെടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ ഇപ്പൊ 15 അപ്പം അല്ലെങ്കിൽ 20 അപ്പം ചുടുന്നതിനിപ്പോ നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പൊ ഈ ബൾക്കായിട്ട് സെയിലിനൊക്കെ ചെയ്യണവരുടെ അല്ലേ, ഓരോന്നും ഇങ്ങനെ അവർ 5-6 കല്ലിലല്ലേ ചൂടണത്. അപ്പൊ ഇത് കറക്കി എടുക്കണം. ദോശ പോലെ വെള്ളയപ്പം പോലെ പറ്റൂല, അറിയാലോ, ചുറ്റിച്ചെടുക്കുമല്ലേ. പിന്നെ ചിലര് ഈ മൺകലത്തിൽ ചുടണത് ഞാൻ ഇതിൽ കാണാറുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് അറിയില്ല കേട്ടോ. ചിലരങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വെള്ളയപ്പങ്ങാടിയിലൊക്കെ അങ്ങനെയാണോ എന്നൊരു ഡൗട്ടുണ്ട്. കുഴിയുള്ള 2 സൈഡും ഇതുള്ള. ഞാൻ പള്ളിപ്പെരുന്നാളിൽ അങ്ങനത്തെ ഒരു ചട്ടി മേടിച്ചു കറി വെക്കാൻ. അത് നിങ്ങളെ കാണിച്ചു തരാം ചട്ടി. അപ്പൊ ഇനി നമുക്ക് കഴിക്കാം. എല്ലാവരും ഒരുമിച്ചാണ് കഴിക്കണം. ഉണ്ടാക്കിയത് കൊണ്ടല്ല, കറി ഉഗ്രൻ. പിന്നെ എനിക്ക് അപ്പം കറി ഇല്ലെങ്കിലും കഴിക്കാൻ ഇൻട്രസ്റ്റ്, ബിക്കോസ് ഉപയോഗിക്കുന്നത് ഈസ്റ്റ് അല്ല, അതുകൊണ്ടായിരിക്കും. കോട്ടപ്പടിയിലെ അമ്മായിയുടെ വീട്ടിലും
എൻ്റെ വീട്ടിൽ സ്വന്തം വീട്ടിലും ചാച്ചയുടെ വീട്ടിലൊക്കെ രാവിലെ അപ്പം ആയിരിക്കും. എനിക്കറിയില്ല, ആരെയും വിളിച്ചില്ല രാവിലെ, അതിന് സമയം കിട്ടിയില്ല. വൈകുന്നേരം വിളിക്കണം, എല്ലാവർക്കും എന്നാന്ന് ചോദിക്കണം. അപ്പൊ നമ്മളില്ലേടി പക്ഷേ അപ്പം ചുട്ടിട്ട് എല്ലാരും കഴിച്ചു, ആവശ്യത്തിന് എല്ലാരും കഴിച്ചു. ഇത്ര അപ്പം ബാക്കി, മട്ടൺ ഇത്രയേ ഉള്ളൂ, ബാക്കിയുള്ളൂ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്നാ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് അത്രയും വന്നു. ഞാൻ ഇത്തവണ 1.5 ഗ്ലാസ് അരി എടുത്തായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇതേ 1 അപ്പത്തിന്റെ ഖനം ഒന്ന് നോക്കട്ടെ, അത് കാണിച്ചു തരാം. 2, 3, 4 അപ്പം കേട്ടോ. ദേ ഇപ്പത്തിന്റെ കനം ദേ നടുക്ക് നല്ല ദേ. നീ പണ്ട് മമ്മിയുടെ അപ്പത്തിന് പറഞ്ഞ എന്നാ നടുക്ക കൊടം, കൊടം എന്നാ നീ പറഞ്ഞത്. നടുക്ക് കണ്ടതേ നടുക്ക്. അത് ഇതേ ഒരേ അപ്പം മീതേക്ക് മീതെ വെക്കുമ്പോ അതിന്റെ ബാക്കിലെ ബ്രൗണിഷ് അതിലേക്ക് പിടിക്കുന്ന കളറ്. അപ്പൊ സാധാരണ പാചകക്കാരെങ്ങനെയാന്ന് അറിയാമോ? ഇങ്ങനെ. ഓ അത് ശരി. ഇങ്ങനെ വെക്കണേ അവര് ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. പിന്നെ ആ വിഷയം വരൂല. ഇത് ലാസ്റ്റ് ചുട്ടതാ. അത് നമുക്ക് ഇങ്ങനെ വെക്കാം. ഒരു കാര്യം ചെയ്യാം, നോക്കിയോട്ടോ. ഇങ്ങനെ ഇതുപോലെ മുരിഞ്ഞ് ഇവിടെ ഇരിക്കുന്നതാണ് ഇവിടെ താല്പര്യം. ഫസ്റ്റ് അപ്പം ചുടുമ്പോ അങ്ങനെ ഒരിക്കലും വരില്ല കേട്ടോ. അത് ന്യൂജന് വേണ്ടി പറഞ്ഞാൽ 4 അപ്പം ബാക്കി. ഇതിലെ മാവ് കോരി ഫ്രിഡ്ജിൽ വെക്കണം. അത് ശരി, അപ്പം ചൂടാനായിട്ട്. പിന്നെ മട്ടൺ ഇത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഒരു 1 kg ബീഫ് ഉലർത്തി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് എടുക്കൂല കേട്ടോ. ഇത് വൈകുന്നേരം കഴിക്കാൻ അപ്പം വേണമെങ്കിൽ എടുക്കാം. അത്താഴത്തിന് വേറെ പരിപാടിയാണ്. അപ്പൊ അങ്ങനെ എടുക്കാം, എടുത്തങ്ങ് തീർക്കാം. ഈ അപ്പമൊക്കെ വെച്ചിരുന്നേച്ച് പിറ്റേ ദിവസം ഇല്ലേ ചൂടാക്കണ പരിപാടി എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അന്നേരം ചുട്ടേച്ച് കാലത്തെ ചുട്ട് വൈകുന്നേരം അത്താഴം വരെയും കഴിക്കുന്നതിന് കുഴപ്പമില്ല. അത്താഴം ചുട്ടേച്ച് കാലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇഡലി ഇഷ്ടം, ദോശ ഇഷ്ടമല്ല, അപ്പവും ഇഷ്ടമല്ല അങ്ങനെ ചെയ്യണ. പിടിയും ഇഷ്ടം അങ്ങനെ ചെയ്യണത്. ഇഡലി ഇടണ ഒരു വിരോധവും ഇല്ല, ഒരു വിരോധവും ഇല്ല. പിടിയൊന്നും ഉണ്ടാക്കണം. ഊഹിച്ചിട്ടുണ്ടല്ല, ഉദ്ദേശിച്ചിട്ടുണ്ട്. നീ വറുത്തരപ്പ് ഉണ്ടാക്കണോണ്ട് നാടൻ ചിക്കൻ മേടിച്ച് നാടൻ ചിക്കൻ വറുത്തരപ്പും പിടിയും ഞാൻ ഒരു ദിവസത്തേക്ക് ഉദ്ദേശിക്കുന്നുണ്ട്. അത് വിജയിക്കുവാണെങ്കിൽ കാണിക്കാം, വിജയിച്ചില്ലെങ്കിലും കാണിക്കാം, ഉണ്ടാക്കുവാണെങ്കിൽ കാണിക്കാം. കാപ്പി കുടിക്കാം, കാപ്പി ആർക്കും തകർത്തില്ല, ഇട്ട് വെക്കണം. അപ്പൊ ഇനി ഉച്ചത്തേക്കുള്ള കാര്യങ്ങൾ കാണാം. ഉച്ചത്തേക്ക് കുറെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മീൻ വറക്കാനും ഉണ്ട്, ചാറുകറി ഉണ്ടാക്കണം, അത് മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. ഇനി കാപ്പി കുടിക്കാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പോവാ. ഇതേ ഒരു കാപ്പി ഇരിക്കണം. എന്റെ കാപ്പി ഇവിടെ ഇരിക്കണം. ഇപ്പൊ നമ്മള് ഉച്ചത്തേക്ക് വെളാമീൻ വറക്കാൻ അത് ഞാൻ മുളക് പൊടിയേ വെളുത്തുള്ളി ഇഞ്ചിയും മുളക് പൊടിയും ചുവന്നുള്ളിയും കൂടെ അരച്ചായിരുന്നു. പക്ഷെ മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നു, അതുകൊണ്ട് കയ്യിൽ ഇച്ചിരി പൊടി അങ്ങ് എടുത്തേച്ച് തിരുമിയിടാട്ടോ. അപ്പൊ ഇനി ഇത് അരപ്പ് പുരട്ടി 1.5 മണിക്കൂർ വെച്ചേക്കണം, എന്നിട്ട് വേണം വറക്കാൻ കേട്ടോ. ഇപ്പൊ വറക്കണതൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുള്ളതാ. പിന്നെ ഇന്നത്തെ വീഡിയോ ആയതുകൊണ്ട് വെറുതെ ഒരു ക്ലിപ്പിങ് പിടിച്ചതായിരിക്കാം, എനിക്കറിയില്ല. അത് വീഡിയോഗ്രാഫറോട് ചോദിക്കുക എന്തിനാണ്. വെളാമീനൊക്കെ വറക്കണതും പാലപ്പത്തിന്റെയും ചെയ്തും ഞാൻ തന്നെ ചെയ്ത് ഇത് നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണത്. പിന്നെ മീൻ വെച്ചതും അതുപോലെ അല്ലേ. ഇന്ന് ക്രിസ്മസ് ഫുഡ് ഫെസ്റ്റിവൽ ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണതായിരിക്കും അല്ലേ. ഇത് ഉച്ചത്തേക്കുള്ള മെനു ആട്ടോ. ആയിക്കോട്ടെ. ഓക്കെ, ഇനി അവിടെ ഇരിക്കട്ടെ അവൻ. ഉപ്പുണ്ടോ നോക്കിയതാ. അമ്മ എന്നാ പതിവില്ലാതെ ക്രിസ്മസിന്റെ സമയത്ത് പൈനാപ്പിളൊക്കെ അരിയണേ. നമ്മൾ ഇന്നലെ അവിടെ ചെന്നപ്പോ തിരുമലയിൽ നിന്ന് കൊണ്ടുവന്ന പൈനാപ്പിളാണ് മധുര. അപ്പൊ നമ്മളത് ചെത്തി കുറെ ഓൾറെഡി കഴിച്ചു. ഇനി കുറച്ച് പൾപ്പെടുത്ത് വെച്ചിട്ടുണ്ട് ജ്യൂസ് അടിക്കാൻ. ജ്യൂസ് അടിക്കുമ്പോ കാണിക്കാട്ടോ. വൈകുന്നേരം ജ്യൂസ് അടിച്ച് നമുക്കൊന്ന് കുടിക്കാം എല്ലാവർക്കും. എന്തിനാന്നറിയാമോ വൈകുന്നേരം കുടിക്കണത്? ഡൈജഷൻ. വൈകിട്ട് കുടിക്കാം. വൈകിട്ട് വേറെ ഫുഡായിരിക്കും അത്താഴം. അപ്പഴേ ഒരു സാധനം തുറന്ന് കാണിക്കാം. 2 കൂട്ടം അവിടെ മേശയിലായോളൂ. ഇനി സമയം അധികമൊന്നും ആയിട്ടില്ല. അതിനും 11:30 ആയുള്ളൂ. എടുത്തു വെച്ചതാ, വേറെ ഒന്നുമല്ല. അവിടെ ഇച്ചിരി സ്പേസ് കുറവല്ലേ, അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചതാണ്. നമ്മുടെ പതിവ് മോരുകാച്ച, കഷ്ണമില്ലാത്ത മോരുകാച്ച, വെളാമീൻ കറി. വെളാമീൻ. ഓ, കളർ നമ്മുടെ മീൽസിന്റെ ഡിഷസ് ആണ് ഇന്ന് ഇതൊക്കെ. ഓരോന്നേ വരും. അതെ, ഇനി ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവാം. അത് കഴിഞ്ഞാൽ ബീഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സാലഡ്. അതെ,
ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നോക്കാം നമുക്ക്. ആ, ഇത് മീൻ അരപ്പ് പുരട്ടി വെച്ചേക്കണ കേട്ടോ. തുറന്ന് ഇറക്കാൻ പോവാ നീ. അടുപ്പത്ത് വെക്കാം. നീ കണ്ടോ, അപ്പുറത്തേക്ക് മാറ്റിയിട്ട് തുറന്ന് വെച്ചോളൂ. ഇതേ കണ്ടോ, മീൻ നല്ലതായിട്ട് അരപ്പ് പുരട്ടി ഇരിക്കണ കണ്ടോ. വെളിച്ചെണ്ണയിലേക്ക് ആവും. അതെ 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 അതെ. തവ എടുക്കട്ടെ കേട്ടോ. ഇത് നമ്മ കറിവേപ്പില തണ്ടോടുകൂടി ആദ്യം വെച്ചല്ലോ. ആദ്യം വെക്കാം. സാധാരണ അങ്ങനെ വെക്കാറില്ല. മീതിയാ വെക്കാറ്. ഇന്ന് ക്രിസ്മസ് അല്ലേ, അപ്പൊ ഒരു വെറൈറ്റി ആവട്ടെ എന്ന് കരുതി. റെഡ് ആൻഡ് ഗ്രീൻ ആണോ ഉദ്ദേശിച്ചത്? ഇതിപ്പോ ഒരു ഓറഞ്ച് കളറാ. പക്ഷെ അത് ശരിയാ, ഫുൾ റെഡ് അല്ല അല്ലേ? അല്ല അല്ല. ഞാൻ മനസ്സുകൊണ്ട് വളരെയേറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഈസ്റ്ററിനും ക്രിസ്മസിനും ഞാൻ ആ ആഗ്രഹം ഉള്ളിൽ കാണിക്കാറുള്ളൂ. ആരെങ്കിലും ഒരു പണ്ടത്തെ കാലത്ത് അമ്മച്ചിയൊക്കെ ഉള്ളപ്പോ വരുമായിരുന്നു ഈ പാവപ്പെട്ട പോലെയുള്ളത് ഭക്ഷണം ചോദിച്ചേ. അതൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനെയുള്ളവർ ഇപ്പൊ ഇല്ലല്ലോ. പറഞ്ഞ ആരെങ്കിലും ഒന്ന് വന്നായിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കാൻ കൊടുക്കായിരുന്നാണ് അമ്മച്ചി അപ്പച്ചനുള്ള കാലഘട്ടത്തിൽ ഇവിടെ വരാറുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ വരുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ആരും വന്നില്ല. പിന്നെയും പൈസയൊക്കെ ചോദിച്ച് വരാറുണ്ട്, പക്ഷെ ഈ ദിവസങ്ങളിൽ ആരും വരാറില്ല. ഓക്കെ ഓക്കെ, ഇനി വറുത്ത് കഴിയുമ്പോ കാണാം. മീൻ വറുത്തതും ഫൈനലി റെഡി ആയിക്കൊണ്ടിരിക്കണം. ഫുള്ളായില്ല കേട്ടോ. അതെ, ഫ്രൈ ആയിരുന്നു. ഇതിപ്പോ ചൂടോടുകൂടി ആയിരിക്കൂല കേട്ടോ, ഫ്രൈ ചെയ്തങ്ങ് വെക്കും. കാരണം എന്താ വെച്ചാൽ വേറെ ഡ്യൂട്ടികളുണ്ട്. ബീഫ് മാത്രം ചൂടോടുകൂടി എടുക്കും. ബീഫ് ഫ്രൈ. മീൻ വറുത്തതിനൊന്നും ചൂടുണ്ടാവൂല, ബാക്കി ഒന്നിനും ചൂട് കാണില്ല. നമ്മുടെ താരം എത്തി. ഒരു കാലത്തില്ലേ എന്റെ ഫേവറേറ്റ് ആയിരുന്നു ഈ താരമൊക്കെ. ഇപ്പൊ അധികം കഴിപ്പില്ല. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള വിശേഷാവസരങ്ങളിൽ മാത്രം മേടിക്കാറുള്ളൂ അല്ലേ? വളരെ കുറവായിട്ട് മീറ്റ് മേടിക്കാറുള്ളൂ. പിന്നെ ആവശ്യം ഇടയ്ക്ക് കഴിക്കണോന്ന് ഇങ്ങനെ തോന്നുമ്പോ ഇച്ചിരി മേടിക്കൂന്ന് മാത്രം, അത്രേ ഉള്ളൂ. മീറ്റ് ഐറ്റം വളരെ കുറവാണ്. വീഡിയോ നോക്കി അറിയാം നമ്മള് മീറ്റ് ഐറ്റം കുറവാന്നുള്ളത്. വീഡിയോസ് സ്റ്റാർട്ട് ചെയ്ത 4 വർഷം മുമ്പൊക്കെ ഇഷ്ടംപോലെ മീറ്റ് ഐറ്റം ചെയ്തിട്ടുണ്ട്. അന്ന് വയറിനൊന്നും പ്രശ്നങ്ങളില്ലായിരുന്നു. ഇപ്പൊ പിന്നെ എനിക്ക് വേണ്ടി മാത്രം അല്ല, ഇവർക്ക് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ അധികം ചെയ്യാറില്ല. പിന്നെ ഇടയ്ക്ക് വളരെ അപൂർവം, അന്നേരം ചിലപ്പോൾ വീഡിയോ എടുക്കാൻ സാധിക്കില്ല. കാരണം ഇവളിവിടെ ഉണ്ടാവൂല. റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും കഴിക്കാനെടുക്കും. അന്നേരം വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കാണാത്ത കേട്ടോ. അപ്പൊ അവൻ അവിടെ കിടന്നങ്ങ് ഫ്രൈ ആവട്ടെ. ഇത് ഇന്നലെ റെഡിയാക്കി വെച്ചതാ. ഞാനിപ്പോ ഫ്രിഡ്ജിൽ നിന്ന് ഈ ബൗളിലായിരുന്നു. റെസിപ്പി ആണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ചൂടാക്കാൻ എടുത്തതാ കേട്ടോ. എന്നോടെ ഇളക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ചോറ് എടുക്കുമ്പോ റെഡിയാക്കാം കേട്ടോ. ഓക്കെ, ചോറ് ഇവിടെ കാലാവണം. ചോറായി. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ലഞ്ച് ഇവിടെ തുടങ്ങുവാണ്. എന്തൊക്കെയാണ് മെനു എന്ന് കണ്ടോ? വെളാമീൻ നല്ല കുറുകിയ ചാറുകറി, വെളാമീൻ വറുത്തത്, ഇത് ചോറാട്ടോ. പിന്നെ എന്തൊക്കെയാ? ബീഫ് റോസ്റ്റ് അപ്പം എടുത്തില്ലല്ലോ. ബീഫ് റോസ്റ്റ്, സാലഡ്, പഴം, മോര് കാച്ച്. കാണാനാണോ? ഇന്ന് വെച്ചതാ, ഒഴിച്ചോ? ഏതാന്നറിയാം. ആ സ്പൂൺ തന്നില്ലേ? അല്ല ഞാന് എടുക്കാം. മതിയെന്നോ? സാലഡൊന്നുമില്ല. പള്ളി കഴിഞ്ഞൊന്നും വന്നപ്പോ സാലഡ്, രണ്ടിനും കൂടെ ഇൻ ബിറ്റ്വീൻ സാലഡ് ഇടാം. ഫിഷ് ഫ്രൈ എടുത്തോ? ഞങ്ങളുടെ ടേബിൾ റണ്ണർ എങ്ങനെയുണ്ടെന്ന് പറയാട്ടോ. ക്രിസ്മസ് സ്പെഷ്യലാ. അതെ 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 അതെ. ആ, ബ്രോഡ്വേന്നാണ് മേടിച്ചത്. അമ്മയുടെ നൈറ്റിയും ഈ റണ്ണറും സെയിം ആണല്ലോ. സാലഡൊക്കെ പെട്ടെന്ന് തീരും. അത് എല്ലാവർക്കും ഇഷ്ടമുള്ളതാ. എല്ലാവർക്കും മീൻസ് എനിക്കും അപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ. കുറച്ച് മതി കേട്ടോ. വേണ്ട വേണ്ട വേണ്ട, മതി. ഇനി ബീഫൊക്കെ വരുമ്പോ വയറ് നിറയും. ബീഫ് ഹെവിയാ. നല്ല സാലഡാ. എന്റെ വീട്ടിലെ സാലഡ് ഉഗ്ര സാലഡാ. എന്റെ ആങ്ങള് പറയും ബിനി ഉണ്ടാക്കിയതല്ല, ഞാൻ ഉണ്ടാക്കിയതാണ്. നല്ലതാന്ന് പറയുമ്പോഴേ മതിയോ? മതി മതി മതി. നീ പറയുന്നോണ്ടാ ഞാൻ. അമ്മ ഇട്ടോണ്ടങ്ങ് പോവാ.
സലാമീൻ നല്ല രുചിയാണ്. നല്ല പീസ് നോക്കി ഞാൻ മറക്കാനെടുത്ത്. മോനിഷാണോ കട്ട് ചെയ്തേ? ആണോ? കട്ട് ചെയ്ത് ഇത് കറിവേപ്പിലും കൂടെ ഇടണം അതിൻ്റെ കൂടെ. നാടൻ ലഞ്ച്. പുതിയ മുളക് പൊടി കേട്ടോ അവിടെ നിന്ന് കൊണ്ടുവന്ന അവിടെ നിന്ന്. അതാണ് ഇത്ര കളർ. നാടൻ ലഞ്ച് പോലെ വയറിന് നല്ല സാധനം വേറെ ഒന്നുമില്ല. ഇല്ല, ശരി, അത് ശരിയാ. അതൊരു വലിയ പോയിന്റാ ക്രിസ്മസ് സന്ദേശം. മോര് കാച്ചിയതാണ് അതിന്റെ ഹൈലൈറ്റ്. അത് വയറിന് വളരെ ഞാൻ കറി തീർന്നായിരുന്നു, അതുകൊണ്ട് കാലത്ത് ഇച്ചിരി സ്വല്പം മോരെടുത്ത് കാച്ചിയതാ. കുറുകിയ മോര് കാച്ച്. തേങ്ങ അരച്ച് കാച്ചിയത് അതാ. തേങ്ങ അരച്ചതിന്റെ കുറുകില്ലേലും മോര് കാച്ചിയത് കുറുകല് വേണം, അല്ലെങ്കിൽ കുറുകില്ല. ഇവിടെ വെക്കാം. ഞാൻ എടുത്തോളൂല്ല റൈസ്. നീ ഇരിക്കുവാ എല്ലാവരുടെയും. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ലഞ്ച് ആരംഭിക്കുവാണ് കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു നടക്കുവാ. കഴിക്ക് ഇത് വേണം, വൈകുന്നേരത്തേക്ക് വരാം. ഞാൻ ക്രിസ്മസ് വേഷത്തിൽ, അമ്മ ക്രിസ്മസ് നൈറ്റി. സാരി കൊടുത്ത് വൈകുന്നേരം മെസ്സേജ് പറയാൻ വരാം. വെറുതെ അല്ല, അതുകൊണ്ടാ എനിക്ക് ഈ സാരിയൊക്കെ എപ്പോഴും എടുത്തു കൊടുത്ത് പിന്നെ വേർത്ത്, അതുകൊണ്ട് പിന്നെ പാടാ അതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഹൗസ് ഡ്രസ്സ് വിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത്. പിന്നെ ഇൻട്രൊഡക്ഷനൊക്കെ പണ്ട് സ്ഥിരം പറയുമായിരുന്നു, ഇപ്പം ഇച്ചിരി മടി എനിക്ക്. കാരണം ഇടയ്ക്ക് ഡ്രസ്സ് ചെയ്യുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ പറയാൻ നിൽക്കണം കേട്ടോ. അതുകൊണ്ടാണ് വെൽ ഡ്രസ്ഡ് ആയിട്ട് വരാത്തത്. അപ്പം ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് നിങ്ങളോട് ഇച്ചിരി കുശലം പറയാൻ വൈകുന്നേരം വരാട്ടോ. ഡ്രസ്സൊക്കെ മാറി വരാം, അതാണ് കാര്യം. അപ്പൊ എല്ലാവരുടെയും ക്രിസ്മസ് ലഞ്ച് ഒക്കെ കഴിഞ്ഞോ? ഇപ്പൊ വീഡിയോ വരുമ്പോ നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ക്രിസ്മസിന്റെ അന്നായതുകൊണ്ട് ജസ്റ്റ് ചോദിച്ചതാണ് കേട്ടോ, എന്തൊക്കെയാണ് നിങ്ങളുടെ മെനു, അതൊക്കെ പറയാ. ഞങ്ങൾക്കും അത് കേൾക്കാനൊക്കെ ഇഷ്ടം, സന്തോഷം. അതുകൊണ്ട് ചോദിച്ചതാണ്. കഴിച്ചോ? ആദ്യം കൂടെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാ ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും ബീഫും. ബീഫ് ഇച്ചിരി എടുത്തോളൂ, കഴിക്കാൻ പാടില്ല അധികം, അതുകൊണ്ടാണ്. പക്ഷെ സൂപ്പറാ, നല്ല സോഫ്റ്റാ ബീഫ്. അതല്ലേ മേടിക്കോളൂ. ഇവിടെ കാലത്ത് മട്ടൺ എന്നാ കുറവില്ല, ഒരു വൈകിട്ട് മറ്റവന്റെ കൂടെ. അപ്പൊ നമുക്ക് ഒഫീഷ്യലി ക്രിസ്മസ് ലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ലഞ്ചൊക്കെ എല്ലാരും കഴിഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ കേട്ടോ. ഒരിച്ചിരി ബീഫ് എടുക്കുക, ഇവിടെ വെക്കുക. ഒരിച്ചിരി സാലഡ് എടുക്കുക, ഇവിടെ വെക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് ആദ്യം കഴിക്കുക. കണ്ടോ? ഞാൻ കുഴിയുള്ള പാത്രം നോക്കിയപ്പോൾ പിന്നെ അത് എടുക്കാൻ പോയില്ല. നമ്മുടെ അടപ്പ് പാത്രത്തിൽ വെച്ച് ഉപ്പിൽ വെക്കണ്ടല്ലോ എന്ന് ഓർത്തു. എന്നാ മീൻവെപ്പ് മോശം. ശൈലജ ചേച്ചിയുടെ മുളക് പൊടി കിട്ടിയ പിന്നെ ഇതിന്റെ കളറും കൊഴുപ്പും കറക്റ്റ് അളവിൽ കിട്ടണം, അപ്പയുടെ പാകത്തിനുള്ളത് അല്ലേ? രണ്ട് കയ്യിലും ഭാരമായിട്ടും മുറ്റത്തൊന്ന് കയറി വരുവാ. കാലത്തത്തെ കുക്കിങ്ങിന്റെ എല്ലാം ഉണക്കി ഉച്ചത്തെ പാത്രം കഴുകി പുറത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് അന്തി ഉറക്കാം. 5 മണിക്ക് അതുവരെ ഉറക്കാണോ ഇനി? അത് ശരി. ഹലോ, അങ്ങനെ എല്ലാവർക്കും കുറേ നാളുകൾക്ക് ശേഷം ഒഫീഷ്യലി നമ്മുടെ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അല്ലേ? അതെ, കൊറേ നാളായി നമ്മൾ ഇതുപോലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു. നമ്മള് ഇൻട്രൊഡക്ഷൻ എപ്പോഴും പറയണതും സംസാരിക്കുന്നതും എല്ലാം ഒന്നും അല്ലെങ്കിൽ വണ്ടിയിലിരുന്ന, അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇവിടെ ഇറങ്ങി വന്നതെന്ന് വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണത്. യാത്രകൾ പോകുമ്പോഴല്ലേ എപ്പോഴും സംസാരിക്കാറ്. ഹോട്ടലിൽ കയറിയിരിക്കണതോ പള്ളിയിൽ ചെല്ലണതോ വീടുകളിൽ ചെല്ലണതോ ഒക്കെ ആയിട്ടുള്ള ക്ലിപ്പിംഗ് അല്ലേ കാണിക്കാറ്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ ക്രിസ്മസ് ട്രീയുടെ ഫ്രണ്ടിലായിട്ട് വന്ന് നിൽക്കുക. ട്രീ കിട്ടണുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ട്രീ എന്റെ പുറകിലറിയില്ല. അപ്പൊ അതിന്റെ ഫ്രണ്ടിലായിട്ട് വന്ന് നിൽക്കുവാണ്. അപ്പൊ ഒത്തിരി നാളായി വീട്ടിൽ നിന്ന് സ്വസ്ഥമായിട്ട് നിന്നൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ അടുത്ത് വന്നൊന്ന് കുശലം പറയാന്ന് കരുതി. കുശലം അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ക്രിസ്മസ് അല്ലേ. അപ്പൊ ക്രിസ്മസിന്റെ ഒരു
രാവിലെ എന്ന് പറയാൻ പറ്റൂല, വൈകുന്നേരമായി. ക്രിസ്മസിന്റെ അന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ക്രിസ്മസ് ആശംസ നേരാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും വന്ന് നിൽക്കുക. അപ്പയോട് ഞങ്ങൾ വരാൻ പറഞ്ഞപ്പം മടിയായിട്ട് അകത്തിരിപ്പുണ്ട്, ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു, മടിയാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവർക്കും കാണാതിരിക്കുന്നവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ നല്ലൊരു ക്രിസ്മസ് ആശംസ ആദ്യം നേരുവാട്ടോ. അതുപോലെ നല്ലൊരു പുതുവത്സരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് അഡ്വാൻസ് ആയിട്ട് ഞങ്ങള് നേർന്നു അല്ലേ. അപ്പൊ എല്ലാവരുടെയും ക്രിസ്മസ് ഒരുക്കങ്ങള്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചൊക്കെ കഴിഞ്ഞു കാണും, ഈവനിങ് ടീയും കഴിഞ്ഞു കാണും. എല്ലാരും ചിലരൊക്കെ ഉറക്കത്തിലായിരിക്കും, മന്നിപ്പിലായിരിക്കും. ഞാൻ 4:30 4:45 ഉണർന്നേ ഉള്ളൂ. ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ ചെയ്തോണ്ടേ ഇരിക്കുക, ഒന്നും ആയില്ല. നാളെ ജോലിക്കും പോണം. അപ്പൊ നാളത്തെ കൊറേ വർക്ക് നമുക്ക് ഇന്ന് തീർത്തിരിക്കാനുണ്ട്. കാരണം നാളെ ഫുൾ തിരക്കുള്ള ദിവസം അല്ല, നാളെ വർക്കിംഗ് ആണ്. അതെ. അപ്പൊ നാളെ നമുക്ക് വേറെ വർക്കുകളൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇന്നിരുന്ന് നാളത്തെ വീഡിയോ വലിയ വീഡിയോ ആണ്, നമ്മുടെ ക്രിസ്മസ് ഈവിന്റെ. പക്ഷെ ഇതൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ക്രിസ്മസ് സന്ദേശം ശരി അല്ല, ക്രിസ്മസിനെ പറ്റി നിങ്ങളുടെ മുമ്പിൽ ഇന്നലെ തന്നെ വന്ന് പറയേണ്ടതായിരുന്നു. പക്ഷെ ഓരോരോ വീഡിയോ എടുക്കലും ഓരോ കാര്യങ്ങളും എഡിറ്റിങ്ങും പരിപാടിയും കൊണ്ട് വൈകിപ്പോയി വരാൻ. ഇന്ന് വൈകുന്നേരമാണ് വരാൻ സാധിച്ചത് കേട്ടോ. അപ്പൊ എല്ലാവരും നന്മ നിറഞ്ഞ ഒരു ക്രിസ്മസ് എല്ലാവർക്കും ആശംസിക്കുവാണ് മമ്മാസ് കിച്ചന്റെ വക. എല്ലാവരും സുഖവും സന്തോഷവുമായിട്ട് ഇരിക്കട്ടെ. അതെ, എപ്പോഴും നമുക്ക് ആവശ്യം നല്ല ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടും മാനസികമായി വളരെ നല്ല പീസ്ഫുൾ ആയിട്ടും കാമായിട്ടും ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും അത്യാവശ്യം അല്ലെ. അപ്പൊ അത് എല്ലാവർക്കും ലഭിക്കട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവർക്കും സന്തോഷമായിട്ട് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാൻ ഇടവരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിന്നെ എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങളായിരിക്കുമല്ലോ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ നല്ലത് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, മേളിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് മാത്രമല്ലേ നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലേ. പിന്നെ കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായ ഒരു വർഷം. നഷ്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും എന്നെ അങ്ങനെ പറയണേന്ന്. കാരണം ഞങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒത്തിരി വ്യക്തികളുടെ വേർപാടുണ്ടായി. അത് ഞങ്ങളിലും എളുപ്പമായിട്ടുള്ളവർ ഒത്തിരി പേര് ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി. ഈ 2023 സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജനുവരി 2-ാം തീയതി തന്നെ ഞങ്ങളുടെ ഒരു മോളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അതൊക്കെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മരിച്ചുപോയി. ഒരു 6 മാസത്തെ അസുഖം അറിഞ്ഞ് 6 മാസം ഇരുന്നോളൂ. ട്രീറ്റ്മെൻറ്റ് നടത്തി ആള് വിട്ടുപോയി. എന്നിലും ഇളയ ആളാണ്, ജ്യേഷ്ഠൻ്റെ മകളുടെ ഹസ്ബൻഡ്. ഒന്ന് പിന്നെ ഏപ്രിൽ 18-ാം തീയതി എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചപ്പൻ്റെ മകൻ ഒട്ടും പ്രതീക്ഷിക്കാതെ, അസുഖമല്ലായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ, ഒരു മാവിൽ കയറിയത്. ആ മാവിൽ നിന്ന് വീണ് അവൻ ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയി. അത് തികച്ചും വളരെ പെട്ടെന്നുള്ളൊരിതായിപ്പോയി. എന്നാ ചെയ്യണം ഓരോരുത്തരുടെ പോക്ക്. അതിനുശേഷം മെയ് 28-ാം തീയതി എൻ്റെ വേറൊരു കസിൻ ബ്രദറിൻ്റെ മകൻ പെട്ടെന്നുള്ള മരണം ഉണ്ടായി. അതെല്ലാം നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്ന മരണങ്ങളല്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതിനുള്ളിലും ഇതിന് ശേഷവും 1-2 പേര് ആക്സിഡൻറ്റ് പറ്റി, പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത് ആക്സിഡൻറ്റ് പറ്റി കോമയിൽ കിടന്ന മാസങ്ങളോളം കിടന്നിട്ട് മരിച്ചുപോയ ഒരു വ്യക്തിയുണ്ട്. പിന്നെ വേറൊരു ചാച്ചൻ, അത് ഏജായെങ്കിലും പെട്ടെന്നുള്ള മരണമായിപ്പോയി. ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്ന് അങ്ങനെ ഒരു മരണം ഉണ്ടായി. പിന്നെ ഒരുപാട് പേരല്ലാതെ മരിച്ചുപോയി. അതിലെല്ലാം ഉപരി ഒരാഴ്ച മുമ്പ് ഈ മാസം 15-ാം തീയതി 14-ാം തീയതി ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മോളും ഇതുപോലെ ഒരു 6-7 മാസത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. രോഗം അറിഞ്ഞിട്ട് പുള്ളിക്കാരി ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി. എന്നിൽ നിന്നൊക്കെ ഇളയ ആളാട്ടോ വിട്ടുപോയി. ഇതൊന്നും നമുക്ക് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയ മരണങ്ങളല്ല. പക്ഷേ അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം തരുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാതെ നിവൃത്തിയില്ല. കാരണം ലൈഫ് ഹാസ് ടു മൂവ് ഓൺ. അല്ലാതെ നിവൃത്തിയില്ലല്ലോ. ഇപ്പൊ ഞാനിത് പറഞ്ഞു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയേണ്ടിയിട്ട് പറഞ്ഞതല്ല. ഇന്ന് നമ്മളിപ്പോ സംസാരിക്കുന്നുണ്ട്, നാളെ നമുക്ക് എന്നാ സംഭവിക്കണമെന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പരമാവധി പ്രാർത്ഥിക്കുക,
നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല പ്രവർത്തികൾ മറ്റുള്ളവരോട് ചെയ്യുക. വെറുതെ അനാവശ്യമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് വെറുതെ ആവശ്യമില്ലാത്ത ഹേർട്ടിങ്സ് ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടോ. നമ്മളെ ഒരു മനുഷ്യനെ മാക്സിമം ഉപദ്രവിക്കാതിരിക്കുക, ഉപകാരം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക, മാക്സിമം ഷെയർ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഇതായിട്ട് ജീവിക്കുക. പിന്നെ നമുക്ക് ദൈവം തന്നത് നമുക്ക് സ്വീകരിക്കാതെ പറ്റില്ല. എന്ത് തന്നാലും അതിൻ്റെ മേളിൽ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചത് അങ്ങ് ഇത് ചെയ്യുക അല്ലേ, അല്ലാതെ ഇപ്പൊ ഒന്നും ചെയ്യാനില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ സംഭവിച്ചത്. അപ്പൊ ഈ പുതുവത്സരം പിറക്കുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ആർക്കും ദൈവം ഒരു വ്യക്തിക്ക് പോലും കൊടുക്കരുതെന്ന് നമുക്ക് ആഗ്രഹിക്കാം. ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. 2024 എല്ലാവർക്കും വളരെ നല്ല ഒരു വർഷമാവട്ടെ. ഒത്തിരി 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 നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനൊക്കെ ഇടവരട്ടെ കേട്ടോ. നന്മ നിറഞ്ഞതും ഐശ്വര്യപൂർണവുമായ ഒരു പുതുവത്സരം പിറക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. പിന്നെ നിങ്ങളെല്ലാവരും ഒക്കെ സന്തോഷമായിട്ടിരിക്കണം. പഴയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പുതിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. ശ്രീകലാരവിയൊക്കെ പഴയ സബ്സ്ക്രൈബർ. വീണ KP നിങ്ങള് പഴയ സബ്സ്ക്രൈബറിന്റെ പേര് പറഞ്ഞപ്പോ എന്റെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ വിട്ടുപോയതാട്ടോ പെട്ടെന്ന്. പഴയ ശൈലജ ഒത്തിരി പേര് പറഞ്ഞു വീഡിയോ ഇതുവരെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും കുറെ പേരുടെ ലിസ്റ്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും ഹായ് പറയാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നും എടുത്ത് പറയണില്ല. ആ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ പറയാം. നമ്മൾ എന്നാന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു ക്രിസ്മസ് ഒക്കെ അല്ലേ, അതുകൊണ്ട് ഞങ്ങള് ക്രിസ്മസിൻ്റെതായ ഒരു ഇതിൽ വന്ന നിങ്ങളോടൊന്ന് മുഖം കാണിക്കാൻ വന്നത്. അതുകൊണ്ട് ഈ ടോപ്പിക്കിൽ അത് പറയണില്ല കേട്ടോ. വേറെ ഏതെങ്കിലും ഒരു ഇതില് കുക്കിങ്ങിന്റെ സമയത്തോ എന്തെങ്കിലും ഒരു ഇതിൽ ഞങ്ങൾ പറയാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ക്രിസ്മസ് മെനു ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ക്രിസ്മസ് മെനൂസ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ കമന്റ് ചെയ്യുക. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് നമുക്ക് നെക്സ്റ്റ് ഇയർ ക്രിസ്മസിന് അത് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. ക്രിസ്മസ് അല്ലെങ്കിൽ ഈസ്റ്റർ, നമ്മളെ സംബന്ധിച്ച് ഈസ്റ്ററും ക്രിസ്മസും അല്ലേ നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണത്. ഓണത്തിനും എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മളെല്ലാ സെലിബ്രേഷൻസും കൊച്ചു രീതിയിൽ നമ്മുടേതായ ചെറിയ രീതിയിൽ നമ്മൾ ആഘോഷിക്കാറുണ്ട്. കാരണം അതൊക്കെ ഒരു രസമല്ലേ. നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന കൊച്ചു സന്തോഷങ്ങൾ. അതെല്ലാം നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അല്ലേ? അതെ. അപ്പൊ ഇത്രയൊക്കെ എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളൂ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. അതോടൊപ്പം നല്ലൊരു പുതുവത്സരവും നേരുന്നു. ബൈ. എന്റെ കയ്യിൽ ടവൽ അതുകൊണ്ട്. അപ്പയുടെ കയ്യിൽ വൈകിട്ടത്തേക്കുള്ളത് ഉണ്ട് കേട്ടോ. കവറുണ്ട്. വേറെ ഏതാണ്ടൊക്കെ ഉണ്ട്. കവറുണ്ട്, പക്ഷെ കവർ ഞാൻ കണ്ടു. അപ്പയ്ക്ക് തന്നെ ഒരെണ്ണം മതി എന്ന് പറഞ്ഞേ. എനിക്ക് വൈകിട്ട് കഴിച്ചാൽ പറ്റില്ല. ഞാൻ പൊറോട്ട കഴിക്കാറില്ല ഇപ്പം. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യോട്ടെ. അല്ലെങ്കിൽ പിന്നെ ഒരെണ്ണം മതി എന്ന് പറഞ്ഞിട്ട് എന്തിനാ രണ്ടെണ്ണം ചോദിച്ചു. അതുകൊണ്ട് ഞാനിത് എങ്ങനെ കട്ട് ചെയ്യും കൊച്ചാ? എന്തിനാ കട്ട് ചെയ്യണേ? ഒരെണ്ണല്ലേ വേണ്ടത്. രണ്ടെണ്ണാണ് ഇത്. അപ്പൊ ഒരെണ്ണം അങ്ങ് മാറ്റി വെച്ചാ പോരെ? അല്ല, ഞാൻ 1.5 കൊടുക്കാന്ന് ഓർത്താ. അങ്ങനെ ഒരെണ്ണം ചോദിച്ചാൽ 1.5 കൊടുക്കണേ? എന്നാ ഇവിടെ ഇരിക്കട്ടെ. ഒന്നും കൊടുക്കാതെ അല്ലേ? അതെ. അപ്പൊ കറി സ്പെഷ്യൽ ഇതിൽ ഒഴിക്കാം. നിനക്ക് കുറച്ച് ബീഫും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. സോ ഐ ആം വെരി ഹാപ്പി. കാലത്തെ കുറുമയാട്ടോ. ഉഗ്രനായിരുന്നു കേട്ടോ. ഉഗ്രം കുറുമയായിരുന്നു. യു നെയിൽഡ് ഇറ്റ്. നമ്മുടെ ചില സബ്സ്ക്രൈബേഴ്സ് കമന്റ് ഇടുന്നതാ, അമ്മ യു റിയലി നെയിൽഡ് ഇറ്റ്. ശരിക്കും അമ്മ അത് കറക്റ്റ് ആക്കി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെ, കമന്റ്സ്, വാല്യുബിൾ കമന്റ്സ്. അപ്പയ്ക്ക് ഇന്ന് കുറുമയാണോ പൊറോട്ടയുടെ കൂടെ? അത് നന്നായി. വായിൽ ഇപ്പൊ തന്നെ വെള്ളം വന്നു. അങ്ങനെ ഈ വർഷത്തെ നമ്മളുടെ ക്രിസ്മസ് സീരീസിന്റെ ആന്റി ക്ലൈമാക്സ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ അപ്പയ്ക്ക് കറിയും കൊടുക്കാം, പെറോട്ട എടുക്കാം. കറി കുറുമ അവിടെ വേറെ ചോറ്റുപാത്രത്തിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ എടുത്തത് ചൂടാക്കി
ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഇത്ര എടുത്തതേ ഉള്ളൂ. അതെ. പിന്നെ വേറെ എവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതിൽ കൂടുതൽ കഴിക്കില്ല വൈകിട്ടായതുകൊണ്ട് അതാ ഇത്ര എടുത്ത്. അതെ. ഓക്കെ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ അവസാനിക്കുകയാണ്. അതെ. അപ്പം എല്ലാവർക്കും വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡൊക്കെ ചെയ്തത്. കറി ഉണ്ടാക്കുന്നതിലും കഷ്ടപ്പാടാണ് എഡിറ്റിംഗ് ആൻഡ് അപ്ലോഡിങ്. കാരണം എന്താന്ന് വെച്ചാൽ സാധാരണ നേരത്തെ വീഡിയോ എടുത്തേച്ച് ചെയ്യുമല്ലേ, അപ്പൊ ഇത് അന്ന് തന്നെ ചെയ്തേച്ചത് ചെയ്യുമല്ലേ. ഇത് ഒത്തിരി വിഷയങ്ങളുണ്ടായിരുന്നു, കുറെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഫുൾ ടൈം ഡേ ആൻഡ് നൈറ്റ് അവധി ആയതുകൊണ്ട് പിന്നെ അത്രയും ആശ്വാസം. ഓക്കെ, ബൈ ബൈ. ഒരു പൊറോട്ട വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെച്ചാൽ മതിയോ? ഈ ലൈറ്റ് വേണോ? മട്ടൻ കുറുമ യമ്മി ടേസ്റ്റാ കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. അതെ, കാലത്തെ നമ്മള് കഴിച്ചു. പക്ഷെ ആ കോമ്പിനേഷൻ അപ്പം ആയതുകൊണ്ട് ഇച്ചിരി മൈൽഡാ. ഇതിന്റെ കൂടെ നല്ലതാണോ? അടിപൊളി. അടിപൊളി അടിപൊളി. നല്ല കോമ്പിനേഷൻ ആട്ടോ ഇതിന്റെ കൂടെ. അപ്പത്തിനേക്കാളും കുറച്ചുകൂടി നല്ലത് പൊറോട്ടയാണെന്ന് എനിക്ക് തോന്നുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആണോ? അമ്മ അതെ ചോറാണ് കേട്ടോ കഴിക്കണേ. അമ്മ പെറോട്ട ഉണ്ട്, പക്ഷെ അമ്മ അങ്ങനെ പെറോട്ട വൈകുന്നേരം കഴിക്കാറില്ല. ഇപ്പൊ അതെ 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 ഒരുപാട് ഹെവി അല്ലേ. അതെ അതെ അതെ. 9:30 ഞാൻ മീൽസ് കഴിക്കുക. അത് കഴിഞ്ഞ എന്റെ പരിപാടി. എന്റെ പെറോട്ട നിനക്ക് ഒന്ന് മതിയെന്നല്ലേ? മതി മതി. ഞാൻ ഡബ്ബയിൽ അടച്ചു വെക്കുക. കറിയും അവിടെ വെച്ചേക്കാം. കൊച്ചു വന്നാ. ബൈ ബൈ. ബൈ ബൈ. ഓക്കെ. See you. Merry Christmas and Happy New Year. New Year. See you. ഒരു സ്വല്പം ഒരു നുള്ള ബീഫ് കൂട്ടിയല്ല പെറോട്ട തിന്നണത്. അവിടെ മെയിൻ താരം ഇരിപ്പുണ്ട്. ഒരു പെറോട്ടയാട്ടോ എടുത്തോളൂ. അതും കൂടി ഒഴിച്ചു തരുമോ? അപ്പൊ എനിക്ക് എടുക്കാലോ. ഞാൻ എടുക്കാൻ നിന്ന് കഴിഞ്ഞാല് ലൈറ്റ് ഓൺ ആക്കാൻ പറ്റില്ല. അതാ പ്രശ്നം. സ്പൂണിൽ കോരണം. എങ്ങനെയാ വേണ്ട? എങ്ങനെയാ ഒഴിച്ചേക്കട്ടെ? ആ മുഴുവനും എനിക്കാണോ? വെച്ചേക്കണ്ട. ഇച്ചിരി ആയിട്ട് വെച്ചേർന്നിട്ട് കാര്യമില്ല. പെറോട്ടയ്ക്ക് അപ്പം വെച്ച് ചാറും ഉണ്ട്. ഞാൻ കഴിച്ചോളൂ. ഓ, ചാറ് ഒഴിഞ്ഞ് നടക്കുവാണല്ലോ ഈ ബീഫിലേക്ക് മുട്ടല്ലേ. ഓ, അത് കുഴപ്പമില്ല. എന്തായാലും ഒരുമിച്ച് തിന്നാനുള്ളതല്ലേ. ശരിയാ. ഇപ്പൊ ഹെവി ആയല്ലോ. ഞാൻ വലിയ ലൈറ്റില്ല. അടിപൊളി. ക്രിസ്മസ് മെനു ഇവിടെ ക്ലൈമാക്സിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വർഷത്തെ ക്രിസ്മസ് മെനു ആയിട്ട് 2024 കാണാം. എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് വേറെ ഒരുപാട് ആഘോഷ അവസരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതെല്ലാം ഭാഗ്യവശാൽ നമുക്ക് കണ്ട് വീണ്ടും 2024 ക്രിസ്മസ് വരെ നമുക്ക് എൻജോയ് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കുട്ടികളെ. ബൈ ബൈ. അപ്പം നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. സീ യു. ഓക്കെ.